ഇത് നമ്മളെ സപ്പോർട്ടിൻ്റെ സെക്ഷനാണിത്. ഇതിലൊരുപാട് സംഭവം കാഴ്ച നിൽക്കുന്നുണ്ട്, പൂട്ട് നിൽക്കുന്നുണ്ട്, ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉമർ ചാമ്പലിനെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കും. കാരണം ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല സ്വീറ്റാണ്, നല്ല പിന്നെ വേറെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, നല്ല ചാമ്പയാണ്. അതേപോലെ ഗ്രീൻ ചാമ്പയുണ്ട്. ഗ്രീൻ ചാമ്പി നല്ല നമ്മൾ റംബുട്ടാൻ N18 ആണ്. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ്. ഇത്രയും വലിയ പ്ലാന്റ് കണ്ടോ, ഇതൊരു 10 അടി 12 അടിക്ക് ഉയരല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് സെയിലിനാണ്. ഒക്കെ പൂത്തിക്കണുണ്ടോ. അപ്പൊ ഇത് എന്ത് ഇതിപ്പോ ഒരു പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ആ കായുള്ള ഇതിമെന്ന് നമ്മൾ വാഴന്റെ കന്ന് പറിക്കുന്ന പോലെ പറിച്ചു കൊണ്ടുവന്നാണ്. പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ വഴിക്ക് പോയാൽ സാധനം ഉണ്ടാവില്ല. നമ്മൾ ദിവസം ഡെയിലി അതിന്റെ മറ്റൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് അവരോടൊപ്പം ഒന്ന് കുശലം പറഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇതിന് വരുന്ന രോഗങ്ങൾ, നമുക്ക് രോഗങ്ങൾ വരില്ലേ, അതുപോലെ ഇവർക്കൊക്കെ രോഗങ്ങൾ വരും. ഭൂമിയിൽ നിന്ന് വരും, അതുപോലെ പിന്നെ പ്രാണികൾ വരുത്തും. അപ്പം അതിനൊക്കെയുള്ള യഥാവിധി സമയത്ത് അതിനുള്ള മരുന്നുകളും പേര് സൈനുദ്ദീനാണ്, പാലോളി. 36 വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ തിരിച്ചു വന്ന് ഒരു 2 വർഷം ആലോചിച്ച് നടന്നു എന്ത് ചെയ്യണം എന്നുള്ള. അതായത് നമുക്ക് ഒരു പെട്ടെന്ന് ഇവിടെ നാട്ടിലാവുമ്പോൾ എടുത്തു ചാടാൻ പറ്റൂല. എടുത്തു ചാടിയവരൊക്കെ പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളൊന്ന് ഒരു ആലോചന നടത്തി. പല പല സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അതായത് ഈ കാർഷിക വൃത്തി, അതായത് നമ്മളെ പിന്നെ ചെടികളും പൂക്കളായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പഴയ കാലത്ത്. നമ്മുടെ കുടുംബം അങ്ങനെ, അതായത് അവരൊക്കെ പഴയ കർഷകർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ രക്തത്തിൽ ഉണ്ടാവുമല്ലോ. ആ നിലക്കാണ് നമ്മൾ ഈ ഒരു പിന്നെ PSN ഹൈടെക് നഴ്സറി എന്ന് പറഞ്ഞൊരു സംരംഭം തുടക്കം കുറിച്ചത്. എല്ലാം മധുരമുള്ളത് ആണ് ഫ്രൂട്ട് എന്ന് കരുതരുത്. നമ്മൾ ഇപ്പോൾ പുളി മധുരമാണല്ലോ, പക്ഷെ അതിലും വിറ്റാമിനും കാര്യമുണ്ട്. അതേമാതിരി ലെമൺ, അത് പുളിയാണ്, പക്ഷെ അതിലും വിറ്റാമിൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഏറ്റവും വെക്കാൻ നല്ലത് പിന്നെ അബിയു പോലെയുള്ള പിന്നെ മാവിൽ പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അവനവനെ കൊണ്ട് അവനവന് മനസ്സിൽ ഇഷ്ടമുള്ളത്. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, അവനെന്താ അങ്ങനെ അവന് പിരാന്ത, ശരിയാ എനിക്ക് പിരാന്താണ്, എന്ത് പിരാന്താ, ചെടീൻ്റെ പിരാന്താണ്, അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവനവൻ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു പ്രയാസമില്ല. അതിന് രാത്രിയോ പകലോ അതിന് ടൈം കയറൊന്നുമില്ല. ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ കുടുംബം നമ്മളെ കൂടെ ഉണ്ട്. അതുപോലെ നമ്മളെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളെ സ്വന്തം സ്റ്റാഫല്ല, അവരിതിലൊരു അംഗമാണ്. ഇതിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ അവർ നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. പിന്നെ സന്തുഷ്ടരായ, അതായത് നമ്മളെ സന്തുഷ്ടരായ പിന്നെ കസ്റ്റമർ, അതായത് അവർ വന്നവർ പിന്നെ വീണ്ടും വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, നല്ല പ്ലാന്റ്സും അത് അവർ കൊടുത്ത് സാധനങ്ങളൊന്നും പോകാതെ, ഇനി അഥവാ പോയാൽ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പരിഹാരം ചെയ്തു കൊടുത്ത് അങ്ങനെ അവർക്ക് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പൊ 2 വർഷം നാളത്തേക്ക് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് മാർക്കറ്റിംഗ് നല്ല മാർക്കറ്റിംഗ് ആണ്. നമ്മളെ സംബന്ധിച്ച് യാതൊരു പ്രയാസമില്ല. നല്ല പ്ലാന്റ് കൊടുക്കുന്നുണ്ട്, നല്ല പ്ലാന്റും നല്ല റീസണബിൾ വിലക്കും കൊടുക്കണം നമ്മൾ. അതായത് നമ്മൾ എന്തെങ്കിലും മുറിച്ചു വിട്ടിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ഇതൊരു ഭൂമിയിൽ പിന്നെ പച്ചപ്പ് വെക്കല്ലേ, അതിനനുസരിച്ച് നമ്മളെ മനസ്സൊക്കെ ഇഷ്ടമാണ്. അപ്പം അതിനനുസരിച്ച് വിലയും കുറച്ചിട്ട് നമ്മൾ ഉമ്മർചാമ്പ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മർചാമ്പലിനെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കും. കാരണം ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല സ്വീറ്റാണ്, നല്ല പിന്നെ വേറെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, നല്ല ചാമ്പയാണ്. അതേപോലെ ഗ്രീൻ ചാമ്പയുണ്ട്. ഗ്രീൻ ചാമ്പി നല്ല ടേസ്റ്റാണ്. നമ്മൾ ആപ്പിളും ഗ്രീൻ ചാമ്പ അല്ലെങ്കിൽ ഉമ്മർ ചാമ്പയൊക്കെ അടുത്ത് വെക്കാണ് നമ്മൾ ഈ 2 സാധനം കഴിക്കുള്ളൂ. അത്ര ടേസ്റ്റ്, വെരി വെരി ടേസ്റ്റ്. അതല്ല കാണാൻ നല്ല ഭംഗിയും വലുപ്പവും ഉണ്ട്, നല്ല ടേസ്റ്റാ. വിറ്റാമിൻസ് നല്ല വിറ്റാമിൻസ് അല്ലേ, ഇത് ഫ്രൂട്ട്സ് മുഴുവൻ വിറ്റാമിൻസ് ആണ്. അതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പുളി വരുമ്പോൾ അപ്പോൾ അതിനുള്ള വിറ്റാമിൻസ് C ആവും, അത് മറ്റേ B ആവും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആവുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടില്ലേ, ഉമ്മർ ചാമ്പയില് കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ പൊട്ടിച്ചു കളയും. ഇപ്പൊ അല്ലല്ല, ഇതൊക്കെ ഉണ്ടാവും. ഇതില് ചാമ്പക്ക് അത്ര പ്രശ്നമില്ല, മാവൊക്കെയാണ് പ്രശ്നം വരിക. ചാമ്പ കായ്ക്കുവേ, ചാമ്പ ഇപ്പൊ നമുക്ക് കിട്ടും. ചാമ്പന്റെ ഒക്കെ സീസൺ എങ്ങനെ വരുന്നത്? ചാമ്പ സീസണ് 1-2 പ്രാവശ്യമൊക്കെ കായ്ക്കുന്നതാണ് വർഷത്തില്. തായ് മാവാണിത്, അതായത് ഓൾ സീസൺ ആണ്. ഏത് സമയത്തും കായും പൂവുണ്ടാവും. ഇത് അതിനുള്ള പ്രത്യേകത. ഇത് നമ്മളെല്ലാ സമയത്തും ഇത് കായും പൂവുണ്ടാവും. ഇപ്പൊ തന്നെ കണ്ണിമാങ്ങ പോലുള്ള കണ്ടില്ലേ, നിലത്തും വെക്കാം, അതല്ലെങ്കിൽ ഡ്രമ്മിൽ, സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഡ്രമ്മിൽ വെച്ചാൽ മതി. ഇതൊക്കെ ഏകദേശം എത്ര വർഷം? ഇത് ഈ ബെഡ് ചെയ്ത് ഫസ്റ്റ് തന്നെ കായും പൂവുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഒഴിവാക്കി തന്നെ പോകും. ഒരു 2 വർഷം കഴിഞ്ഞെങ്കിൽ ശരിക്ക് ഇതിപ്പോൾ കായ നിർത്താൻ പാടുള്ളൂ.
എന്തെങ്കിലും കാരണം ഈ പിന്നെ ഈ പ്ലാന്റിന് ഒരു ആരോഗ്യം വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 2 വർഷമാണ് ശരിക്കും നിർത്തേണ്ടത്. അവര് ആദ്യം പറഞ്ഞത് ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാലും മാവുമ്പോ പൂവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇതിന്റെ പ്ലാന്റിന് ഒരു ആരോഗ്യം വന്നതിന് ശേഷം മാത്രമേ ഇതുമ്മ കായ നിർത്തിയാൽ മതി എന്നാണ് അല്ലെ? അങ്ങനെ അതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരുപാട് മാവ് ഞാൻ കണ്ട്. ഇവിടെ എക്സോട്ടിക് പ്ലാന്റ് ഒരുപാട് ഉണ്ടെന്ന് എനിക്കറിയാം. മാവിൽ എത്ര വെറൈറ്റീസ്? ഇവിടെ നമ്മളെടുത്ത് 60 ഒരു 55-60ന്റെ മുകളിലായിട്ട് നമ്മളെടുത്ത് മാവിന്റെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അത് മിയാസാക്കി മുതൽ R2 E2 അങ്ങനെ തുടങ്ങി ഒരുപാട് ബ്ലാക്ക് റോസ്, അങ്ങനെ ബ്ലാക്ക് മാംഗോ തുടങ്ങി ഒരു 10-60 വെറൈറ്റി മാവുണ്ട് നമ്മളടുത്ത്. അത് ചെറുതും വലുതും ആയിട്ടുണ്ട്. റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത് മാവുകൾ? ഇത് 150, 200, 300, 500 പല സാധനത്തിനും പല വെറൈറ്റിക്കും വലുപ്പത്തിനും ഇതിനനുസരിച്ച് പ്ലാന്റ്സിനനുസരിച്ചാണ് വില വരിക. ശരിക്കും ഞാനൊക്കെ ചെറിയ പ്ലാന്റ് മാത്രമല്ല കേട്ടോ, ഇവിടെ വലിയ പ്ലാന്റ് ഉണ്ട് കണ്ട. മാവിന്റെ ഒക്കെ വലിയ പ്ലാന്റുകൾ, റംബൂട്ടാനൊക്കെ പൂത്തത് വരെ ഇവിടെ ഉണ്ടല്ലേ? റംബൂട്ടാന് വലിയ പ്ലാന്റ്സ്. അതാ ഒരു പ്ലാന്റ് ഉണ്ടല്ലേ, ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ കണ്ടില്ല, ഇപ്പൊ തന്നെ നല്ല അടിപൊളിയായിട്ട് പൂവിട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഇനിയിപ്പോ പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. മാങ്ങാവല്ലേ? ഈ ഒരു പ്ലാന്റ് ഒക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? അപ്പൊ കണ്ടില്ലേ, വലിയ മാവ് പ്ലാന്റ് കാഴ്ച നിൽക്കുന്നതൊക്കെ ഏകദേശം 1200 രൂപ മുതലാണ് വരുന്നത്. ഇതേതാണ്? ബബ്ലൂസ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് ഫ്രൂട്ടുകൾ ഇതേമാതിരി ചട്ടിയിൽ കാഴ്ച നിൽക്കുന്നുണ്ട്. പിന്നെ സീസൺ ആയി തുടങ്ങണല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് പൂവുണ്ടല്ലേ? അതെ, ഇത് സീസണിൽ തുടങ്ങണം. അപ്പോൾ ബബ്ലൂസ് ഇത് ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇത് തൊട്ട് പൂവുകളൊക്കെ ഇപ്പോൾ വരുന്നത്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതിന് കുറഞ്ഞ റേറ്റുള്ള 450 രൂപ 400 രൂപ കൊടുക്കല്ലേ? അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നൊരു ഐറ്റമാണ് മക്കോട്ട ദേവ അല്ലേ? ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇത് പറയുന്നത് പിന്നെ ഇത് നേരിട്ട് കഴിക്കാൻ പറ്റില്ല. ഇത് തണലിട്ടിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഈ കായ ഉണക്കിയിട്ട് ഇതിൻ്റെ ഈ ചുവന്ന തോൽഭാഗം ഉണ്ടല്ലോ, കായ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഈ ഇതെടുക്കുക, അത് കട്ട് ചെയ്തിട്ട് തണലിട്ട് ഉണക്കിയിട്ട് പിന്നെ ഓരോ പീസ് 2 പീസ് ഇട്ടിട്ട് വെള്ളം കാച്ചിട്ട് കുടിച്ചാൽ പിന്നെ ഷുഗറിന് നല്ല ആശ്വാസം കേൾക്കുന്നല്ലേ? ആളുകളെ നമ്മളെ അനാറ് അറിയില്ലേ, കടകളിലൊക്കെ വാങ്ങാൻ കിട്ടില്ല, നല്ല ആ സംഭവമാണിത്. നല്ല ചുമന്നിട്ടുള്ള ചട്ടിയിലൊക്കെ നടക്കും, ചട്ടിയിലും നടക്കും, പിന്നെ നമ്മളെ ഭൂമിയിലും വെക്കാം. എങ്ങനെയാ? ഇത് നല്ല കായ ഉണ്ടാവും. നല്ല വളം ചെയ്യണം കേട്ടോ. വളം ചെയ്തിട്ട് വലിയ പരിചയം. ഇത് വളവും എല്ലുപൊടി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി. മൊത്തത്തിൽ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ ഏകദേശം ഒരു വളമാണ്. ഏത് വളം, എല്ലുപൊടി, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ചെയ്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കാണുന്നതൊക്കെ മാതോളി നാരങ്ങന്റെ ഒരു സെക്ഷനാണ്. ഇവിടെ ഒരു തുടങ്ങിക്കോ. ഇത് നമ്മളെ സപ്പോർട്ടൻ്റെ സെക്ഷനാണിത്. ഇതിൽ ഒരുപാട് സംഭവം കായ്ച്ച നിൽക്കുന്നുണ്ട്, പൂട്ട് നിൽക്കുന്നുണ്ട്, ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. ഇത് അവിടെ കായ ഉണ്ടോ? ഇതിൽ പിന്നെ ക്രിക്കറ്റ് ബോൾ ഉണ്ട്, പിന്നെ ബനാന സപ്പോർട്ട ഉണ്ട്. ബനാന സപ്പോർട്ട കുറച്ച് ചെറുതപ്പം നമ്മളെടുത്തുള്ളത്. പിന്നെ ക്രിക്കറ്റ് ബോള്, ബനാന സപ്പോർട്ട, ബ്ലാക്ക് സപ്പോർട്ട, അങ്ങനെ കുറേ സപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരാം? ഇത് 200, 250 അങ്ങനെ അതിന്റെ മുകളിലൊക്കെ പോകുന്നുണ്ടല്ലേ? ഇവിടെ സ്ട്രോബെറി പേരന്റെ എല്ലാം ഉള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. അതായത് ഇപ്പൊ തന്നെ കാഴ്ച തുടങ്ങും. സ്ട്രോബെറി പേര അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല സ്ട്രോബെറി പേര 2 ഐറ്റം ഉണ്ട്. അതായത് ഒന്ന് സ്ട്രോബെറിന്റെ കളർ ഉള്ളത്, ഒന്ന് പിന്നെ യെല്ലോ മഞ്ഞ കളർ ഉള്ളത്. മഞ്ഞ കുറയും കൂടി നല്ലതാണെന്നല്ലേ? ഇതൊക്കെ ഇപ്പൊ ഏകദേശം കാഴ്ച തുടങ്ങിയിരിക്കണല്ലേ? പൂതൊക്കെ വന്ന തൈകളാണ്. ഇത് അബിയൂലി നമ്മൾ ഇവിടെ നമ്മളതിലുള്ള വലിയതാണ്, വലുപ്പമുള്ള കഴിഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ചെറിയ ഐറ്റംസ് ആണ് ഇത്. അത്യാവശ്യം കുഴപ്പമില്ല, 2 വർഷം കൊണ്ട് കായ്ക്കും. 2 വർഷം കൊണ്ട് കായ്ക്കും. ഇതൊക്കെ ഏകദേശം ഒരേ ടേസ്റ്റായി സാധനം. പിന്നെ അതിന് Z3, അബിയോ, നിപ്പിള്, മറ്റേ മറിച്ച് ഓരോ പേരുകൾ കൊടുക്കാന്നുള്ളൂ. ഏകദേശം ഒക്കെ ഒരേ ടേസ്റ്റാണ് ഈ സാധനം ഉള്ളത്. പിന്നെ വലിപ്പത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അബിയോ ജയന്റ് ഉണ്ട്, അതും നമ്മുടെ അടുത്തുണ്ട്. മനസ്സിലായി? ഇത് നമ്മൾ റംബുട്ടാൻ N18 ആണ്. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ്. ഇത്രയും വലിയ പ്ലാന്റ് കണ്ടോ? ഇതൊരു 12 അടിക്ക് ഉയരല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് സെയിലാണ്. ഒക്കെ പൂത്തിക്കണുണ്ടോ? പ്ലാന്റുകൾ ഇവിടെ കൊടുക്കാനുണ്ടല്ലേ? അപ്പൊ ഇത് എന്ത് ഇതിപ്പോ ഒരു പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ഈ വർഷം തന്നെ അവർക്ക് കായ പറിക്കാൻ പറ്റും. നിലത്ത് വെക്കാം, അല്ലെങ്കിൽ പോട്ടിലല്ല, ഇത് ശരിക്കും നിലത്താണ് വെക്കേണ്ടത് ഈ റംബുട്ടാനൊക്കെ. കാരണം അത്ര വലിയ പ്ലാന്റ്സ് ആവണല്ലോ, മരമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് ഒരു പോട്ടിൽ തന്നെ കിട്ടും. പോട്ട് ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. പിന്നെ ഇത് എത്ര വെറൈറ്റീസ് ഉണ്ട് ഇവിടെ? നമ്മുടെ അടുത്ത് ഇതൊക്കെ ഹോം ഗ്രോന്റെ സാധനം, അതായത് തന്തിൻ തറവാടുള്ള സാധനം എന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനം ചെയ്യുന്നുള്ളൂ. പലവരും അതായത് പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഏത് നാടൻ തൈകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന വലിയ ഡയലോഗ് അടിച്ചിട്ട്. പക്ഷെ നമ്മൾ ഹോം ഗ്രോന്റെ നല്ല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ റേറ്റും അതിൻ്റെതായ ക്വാളിറ്റിയും ഉണ്ടാവും. ക്വാളിറ്റിയാണ് നമ്മൾ മസ്റ്റ്. അല്ലാതെ
ഇത് നമ്മൾ ഗുജറാത്തിന്റെയും അപ്പുറം പോയിട്ട് കൊണ്ടുവന്ന പ്ലാന്റ്സ് ആണിത്. ഡയറക്റ്റ് പോയി എടുത്താണിത്. ഡയറക്റ്റ് പോയി എടുത്താൽ ഞാൻ ഇതിന്റെ ഫോട്ടോസ് കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഇപ്പൊ എന്താ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ അത് കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പൊ അത് അടുത്ത തുമ്പ് ഒരു 10, 40, 50 ദിവസം ആകുമ്പോൾ നമുക്ക് 1 മാസം 2 മാസം ഇതിൽ തൂമ്പ് വരും, പുതിയത് നാമ്പേ വരും. അപ്പൊ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശേഷം ഈ കെട്ട് കഴിച്ചുകൊണ്ട് റിലീസ് ആക്കുള്ളൂ. ഇത് നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ സാധനം. അത് നമ്മൾ നേരിട്ട് പോയി എടുത്തു കൊണ്ടുവന്ന സാധനമാണ്. നിർബന്ധമായിട്ട് കായ്ക്കുന്ന ഉറപ്പാണ്. എടുത്തു കൊണ്ടുവന്നില്ല. അതായത് ആ കായുള്ള ഇതിമെന്ന് നമ്മൾ വാഴന്റെ കന്ന് പറിക്കുന്ന പോലെ പറിച്ചു കൊണ്ടുവന്നാണിത്. അപ്പൊ ഇതൊക്കെ ഇവിടെ കുറെ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. അക്കൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, ഏകദേശം എത്ര വെറൈറ്റീസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്? നമ്മുടെ അടുത്തൊരു 7-8 വെറൈറ്റി ഉണ്ട് ഇവിടെ. ജാക്കിൽ പെട്ടത് തന്നെ. അത് പിന്നെ ഗംലെസ്, പിന്നെ സീഡ്ലെസ് കുരുല്ലാത്തത്, പിന്നെ മഞ്ഞ കളറുകളുണ്ട്, പിന്നെ അതുപോലെ റെഡ് മൂൺ ജാക്കുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പല വെറൈറ്റീസും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരാം? ഇത് 400 രൂപ, 350 രൂപ തുടങ്ങി അങ്ങനെ 500, 1000 ഒക്കെ അങ്ങനെ വരും. പല വെറൈറ്റീസ്, പല ക്വാളിറ്റിക്കും സാധനത്തിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരാറില്ല. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് വെറൈറ്റീസ് കണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഫ്രൂട്ടിൻ്റെ ഒരു സെക്ഷൻ മാത്രമേ കണ്ടത്. ഒരുപാട് എക്സോട്ടിക് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ശരിക്കും കണ്ടില്ല, റംബൂട്ടാൻ്റെ ഒക്കെ തൈയൊക്കെ ഭയങ്കര വലുപ്പമാണ്. ചെറിയ പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റ് വരെ ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? മാവന് 60 വെറൈറ്റീസ്. ഇത് ജാക്കിൽ പെട്ടാണ്, റെഡ് മൂൺ ജാക്ക് എന്ന് പറയാം. വലിയ പ്ലാന്റ് ഇരിക്കണമൊക്കെ ചെറിയ ഗ്രോ ബാഗിലാണെങ്കിലും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ്. റെഡ് മൂൺ ജാക്കാണ്. അതായത് നമ്മളെ അകം പൊളിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ, നല്ല ചുമപ്പ് കളറാണ്. അങ്ങനെ നല്ല സ്വീറ്റ് ആണ്. അതിന്റെ തൈകളൊക്കെ ഉണ്ട് ഇവിടെ. തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കൊടുക്കാണ്ടല്ലേ? ഹോം ഗ്രൗണ്ട് സാധനം. ഹോം ഗ്രൗണ്ട് ആണല്ലേ? എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യാറ്? അത് 400 രൂപ മുതൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ? അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് നമ്മളെ ജബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡ് ആയിട്ടാണ്. ഏകദേശം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതേതാണ് റെഡ് ഹൈബ്രിഡ് എന്നല്ലേ? അത് റെഡ് ഹൈബ്രിഡ്. നമ്മുടെ അടുത്ത് കായുള്ളതുണ്ട്. കായുള്ളതാ? പറിച്ച് കഴിച്ചു എങ്ങനെയുണ്ട് അറിയാലോ. റെഡ് ഹൈബ്രിഡ് ആണ്. മധുരണ്ടോ നോക്കാം, അഭിപ്രായം പറയാലോ. അടിപൊളി. ഇതിപ്പോ എല്ലായിടത്തും ഏകദേശമൊക്കെ. ശരിക്കും ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് വീട്ടിൽ എന്തായാലും വെക്കണം കേട്ടോ. ഇതൊക്കെ ഒരു ഇഷ്ടത്തിന് വെക്കുന്നതാണ്. ഇത് ലാഭം നഷ്ടമല്ല, ഇതൊക്കെ ഒരു ഇഷ്ടമാണ്, സന്തോഷമാണ്. ഇത് നമ്മളൊരു വീടിന്റെ മുറ്റത്ത് ഇതിപ്പോ മൂപ്പായിട്ട് ശരിക്കും കുറച്ചുകൂടി പ്രായം കഴിഞ്ഞാൽ 5-6 വർഷം കൂടി ഒക്കെ കൂടി കഴിഞ്ഞാൽ നിറയെ കായ്ക്കും. ഇത് നമ്മൾ എത്രത്തോളം ഇതിന്റെ മൂപ്പ് കൂടുന്നോ അത്രത്തോളം ഇതിന്റെ ഫ്ലവറിങ്ങും പിന്നെ കായും വരും. ഫസ്റ്റ് തന്നെ കഴിച്ച് നല്ലൊരു മധുരം വരിക. ആ മധുരം തന്നെ മതി, അടിപൊളിയാണ്. പിന്നെ ഇത് ശരിക്കും എല്ലാ സമയത്തും ഉണ്ടാവുന്നുള്ളതാണ് കേട്ടോ. കാരണം ഇവിടെ പഴുത്ത് നിൽക്കുമ്പോഴാണ് ഇവിടെ പൂവിടുന്നത്. ഇവിടെ പച്ച, പിന്നെ ഇവിടെ ചെറുത്. അപ്പോൾ ഇതൊരു ഓൾ സീസൺ ആയിട്ട് കാണാൻ നല്ല പഴുത്തിക്കണം. അവിടെ വേറെ വാണി കഴിച്ചോ? പഴുത്തിക്കണുണ്ടോ? അപ്പോൾ അവിടെ ഇഷ്ടമായിട്ടുണ്ട്, 2 കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഏകദേശം എത്ര രൂപ മുതലാണ് തൈകൾ സ്റ്റാർട്ട് ചെയ്യാറ്? നമ്മുടെ അടുത്ത് ഇത് 350 രൂപ മുതലുണ്ട്. പക്ഷെ അത് സബാറയാണ്. സബാർക്ക് ഒരു 8-10 വർഷമൊക്കെ വരുന്ന പറയുന്നത് നമ്മളുണ്ട്. ശരിക്ക് എന്തൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ കെയർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ? കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെടികളെ അല്ലെങ്കിൽ നമ്മളെ ഫലവൃക്ഷങ്ങളെ എത്ര സ്നേഹിക്കുന്നു അവർ അത്ര കണ്ട് നമുക്ക് തിരിച്ചു തരും. അതാണ് മെയിൻ കാര്യം. അതാണ് നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ വഴിക്ക് പോയാൽ സാധനം ഉണ്ടാവില്ല. നമ്മൾ ദിവസം ഡെയിലി അതിൻ്റെ മുറ്റൊക്കെ പോയിട്ട് അവരോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇതിന് വരുന്ന രോഗങ്ങൾ, നമുക്ക് രോഗങ്ങൾ വരില്ലേ, അതുപോലെ ഇവർക്കൊക്കെ രോഗങ്ങൾ വരും. ഭൂമിയിൽ നിന്ന് വരും, അതുപോലെ പിന്നെ പ്രാണികൾ വരുത്തും. അപ്പോൾ അതിനൊക്കെയുള്ള യഥാവിധി സമയത്ത് അതിനുള്ള മരുന്നുകളും അടിച്ചു കൊടുക്കുക. പ്രാണികൾ എന്തായാലും വരുത്തും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശരിക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാറ്? ഇതിപ്പോ ഫംഗസ് വരികയാണെങ്കിൽ നമ്മൾ ഫംഗസ് എയ്ഡ് ഉപയോഗിക്കാം. ഇനി അതല്ല കുറച്ചുകൂടി ഗൗരവത്തിലാണെങ്കിൽ അതിന് ഇംഗ്ലീഷ് മരുന്നിന് ഉപയോഗിക്കണം. ഇലകൾക്ക് വരുന്ന ഒരു ഇത് വരുന്നതിന് ചുരുളിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ പുഴുക്കേടാണ്. അപ്പൊ അതിന് പുഴുക്കൾക്കുള്ള മരുന്ന് അടിക്കണത്. മരുന്ന് കുറെ വെറൈറ്റീസ് ഉണ്ട്. കുറെ അത് എങ്ങനെ ജൈവം അത് അത്ര ഉണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിലും അത്ര ഏൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ശരിക്കും ഇംഗ്ലീഷ് മരുന്നിന് ചെയ്തെങ്കിൽ അത് പിന്നെ അത് ശരിക്കും ക്ലിയർ ആവുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് മാവിന് വരുന്നല്ലേ? ഡ്രമ്മിലൊക്കെ ആകുമ്പോൾ എത്ര നേരമാണ് നനക്കാറ്? ഒരൊറ്റ നേരം നനച്ചാൽ മതി. ഒരു നേരം നനച്ചാൽ മതി. പക്ഷെ ഒരു നേരം നനക്കണം. പിന്നെ എന്തൊക്കെ വളം കൊടുക്കാറ്? വളം എല്ലുപൊടി ഇടാ, അതൊരു വളപ്പൊടി ഇടാ, പിന്നെ വേപ്പ് മിണ്ണാക്ക്, അങ്ങനെ കള്ളപ്പിണ്ണാക്ക്, അത് എല്ലാം കുറേശ്ശെ കൊടുക്കുക. അതൊരു 1 മാസം 2 മാസം കൂടുമ്പോൾ കുറേശ്ശെ കൊടുക്കുക. ഒന്നായിട്ട് ഇടരുത്. പിന്നെ അതിന് മുരട്ട് നേരെ ഇട്ടരുത്, കുറച്ച് വിട്ടിട്ട് ഇടണം. അതൊക്കെ തന്നെ ശ്രദ്ധിക്കാനുള്ളത്. ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള മാവ് ഏതാണ് ഇവിടെ നിങ്ങൾ കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്?
നമ്മളത് വിദേശ മാവുകൾ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ചന്ദ്രക്കാരൻ പറഞ്ഞില്ലേ, അത് നല്ല ടേസ്റ്റാണ്. അത് ഓരോരോ വെറൈറ്റിക്ക് ഓരോ ടേസ്റ്റാണ്. അത് അവരവരുടെ നമ്മളെ ഉദ്ദേശം അനുസരിച്ചുള്ളതാണ് നമുക്ക് ടേസ്റ്റ് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.